ഓം ശാന്തി. പലപ്പോഴും മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത, അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതായിട്ടുള്ള വിചാരം, മാതാപിതാക്കളെ അവർക്ക് വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ, അവർക്ക് വേണ്ടതായിട്ടുള്ള സാധനങ്ങൾ കണ്ടെത്തി കൊടുക്കാൻ, അവർക്ക് വേണ്ടതായിട്ടുള്ള പൈസ സംഭരിക്കാൻ ഈ ഓട്ടത്തിനുള്ളിൽ പെടുമ്പോൾ കുട്ടിയുടെ യഥാർത്ഥമായിരിക്കുന്ന ഭാവം എന്താ, ഭാവന എന്താ, ഇഷ്ടം എന്താ, അവൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സ്കില്ലെന്താ, ഏതിൽ ഡെവലപ്പ് ചെയ്യണം, എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്ന് പലപ്പോഴും പല മാതാപിതാക്കളും അറിയാതെ പോവാറുണ്ട്. അച്ഛനമ്മമാരുടെ ഇഷ്ടപ്രകാരം കുട്ടിയെ പഠിക്കാൻ കൊണ്ട് ചേർക്കും. അച്ഛനമ്മമാരുടെ ഇഷ്ടപ്രകാരം മാത്രം കുട്ടി മുന്നോട്ട് പോകണം. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ടീനേജ് എത്തുമ്പോഴത്തേക്കും മക്കളും അച്ഛനമ്മമാരും തമ്മിൽ ഒരു ഫൈറ്റ് വരുന്നതും. കുട്ടികൾ വാസ്തവത്തിൽ 14-15 വയസ്സൊക്കെ ആവുമ്പോൾ, അല്ലെങ്കിൽ ഒരു 18-20 വയസ്സാകുമ്പോഴത്തേക്കും മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പും അതുകൊണ്ട് അന്യോന്യം സപ്പോർട്ടും ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം അച്ഛനമ്മമാരും മക്കളും തമ്മിലൊരു ബദ്ധ ശത്രുക്കളെ പോലെ പെരുമാറുന്ന അവസ്ഥ. എന്നിട്ട് സങ്കടം സഹിക്കാതെ, ടെൻഷൻ പറ്റാതെ മാതാപിതാക്കൾ മക്കളെ കൗൺസിലിങ്ങിന് വേണ്ടി പലയിടത്തേക്കും കൊണ്ടുപോകുന്നൊരവസ്ഥ. എവിടെയും സെറ്റാവാതെ വരുമ്പോൾ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ മോശമായിരിക്കുന്ന ഡ്രഗ്സ് തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ച് അവരുടെ ഭാവിയെ പോലും ഇല്ലാതാക്കുന്ന അവസ്ഥ. ഇങ്ങനെ പലതും നമ്മൾ കാണാറുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്നറിയോ? ഒരു കുഞ്ഞ് ഡെവലപ്പ് ആവുന്ന സമയത്ത് അവൻ്റെ സ്കിൽ എന്താണ്, അവൻ്റെ കഴിവെന്താണ്, അവനിനി ഈവൻ സൗന്ദര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ശാരീരികമായിട്ട് ബലം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, എന്തെങ്കിലും ശരീരത്തിന് വികലാംഗതയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദോഷങ്ങളോ ഉണ്ടെങ്കിലും ഒരു ഈശ്വരൻ്റെ ഒരു രചന ഈ ഭൂമിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ളൊരു കഴിവുണ്ടായിരിക്കും. അതിനെ കണ്ടെത്തി ആ ഫീൽഡിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് മാതാപിതാക്കൾ ഉത്തരവാദിത്വമാണ്. ആ കാര്യത്തിന് വേണ്ടിയാണ് ശ്രമിക്കുന്നതെങ്കിൽ, അവരുടെ സ്വഭാവ സംസ്കാരത്തിൻ്റെ രൂപീകരണത്തിന് വേണ്ടിയാണ്, ഒപ്പത്തിനൊപ്പം ഈ രീതിയിൽ അവൻ്റെ കഴിവെന്തെന്ന് കണ്ടെത്തി ആ മാർഗത്തിൽ, ആ മേഖലയിൽ അവനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് മാതാപിതാക്കൾ ശ്രമിക്കുന്നതെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം കുറേ കൂടി ഗാഠമായിട്ട് മാറുകയുള്ളൂ. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. ഇതൊരു കഥയല്ല, ഇതൊരു അനുഭവ കഥയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് വിദേശത്തുണ്ടായതായിട്ട് ഒരു കുട്ടിയുടെ അനുഭവമാണ്. ആ കുട്ടി ജന്മനാൽ ആ വീട്ടിലെല്ലാവരും നല്ല സൗന്ദര്യമുള്ളവരും നല്ല പേഴ്സണാലിറ്റി ഉള്ളവരൊക്കെയാണ്. പക്ഷേ എന്തോ കർമ്മം കൊണ്ടെന്ന പോലെ ആ കുഞ്ഞ് ജന്മനാൽ ശാരീരികമായിട്ട് കാണാൻ ഒട്ടും ഭംഗിയുണ്ടായിരുന്നില്ല. എല്ലാവർക്കും നല്ല നിറമുണ്ട്, ആ കുട്ടി മാത്രം കറുത്തിട്ടായിരുന്നു. ആ കുട്ടിയുടെ പല്ലുകൾ വികൃതമായിട്ട് പൊന്തിയും താണുമ്പോഴതായിട്ടുള്ള പല്ലുകളാണ്. കണ്ടാൽ ആരും ഇഷ്ടപ്പെടാത്തതായിട്ടൊരു കോലം പോലെയായിരുന്നു ആ കുട്ടിയുടെ. ഒരു പെൺകുട്ടിയാണ്, അവളുടെ മുഖവും അവളുടെ രൂപമൊക്കെ ആയിരുന്നത്. അതേസമയം അവൾക്ക് എല്ലാവരോടും നന്നായിട്ട് പെരുമാറാനും അറിയായിരുന്നു. ആഹാരം ഉണ്ടാക്കുന്നതിൽ അവൾ ടൂ മച്ച് എക്സ്പെർട്ട് എന്ന് പറയാം. എന്തൊരു സാധനം പഠിക്കാനാണെങ്കിൽ അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല. സ്കൂൾ ലെസൺസിലൊക്കെ മന്ദബുദ്ധിയാണ്, എല്ലാത്തിലും തോൽക്കും. എല്ലാവരാലും മന്ദബുദ്ധി എന്ന് പറഞ്ഞാൽ കളിയാക്കുമായിരുന്നു അവളെ. പക്ഷെ ഒരു കാര്യത്തിൽ അവൾക്ക് ആഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അമ്മയിൽ നിന്ന് പഠിക്കാവുന്നതൊക്കെ അവൾ പഠിച്ചു. ഒരു 16-17 വയസ്സാകുമ്പോഴത്തേക്കും എന്തൊക്കെ രീതിയിൽ ആഹാരം ഉണ്ടാക്കുന്നതായിട്ടുള്ള മേഖലയിൽ എന്തൊക്കെ എക്സ്പെർട്ടായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാമോ, ബുക്ക് കിട്ടിയാൽ വായിക്കും, ഒരു ഷോ കണ്ടാൽ കാണും. അങ്ങനെയൊക്കെ ആ കുട്ടി വളരെ മിടുക്കിയായിട്ട് അവൾ ഉണ്ടാക്കിയ ആഹാരം എല്ലാവരും ആ കാര്യം പറയും, അവളെ കൈ കൊണ്ട് ഉപ്പിട്ട് തിളപ്പിച്ചാൽ പോലും ടേസ്റ്റ് ആണെന്നൊക്കെ. അങ്ങനെ പല രീതിയിലുള്ളതായിട്ടുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള എക്സ്പെർട്ടായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. 17-18 വയസ്സാവാനായപ്പോഴത്തേക്കും നിരവധി കല്യാണങ്ങളുടെ അന്വേഷണങ്ങൾ വരാൻ തുടങ്ങി. പക്ഷേ ഈ കുട്ടിയുടെ രൂപം കാരണം കൊണ്ട് പലരും അവളെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വീട്ടുകാർക്ക് അവളുടെ കല്യാണം നടക്കാതിരിക്കുമോ എന്നുള്ള ടെൻഷനാവാൻ തുടങ്ങി അച്ഛന്. അല്ലെങ്കിലേ തന്നെ തൻ്റെ മക്കളിൽ ഇങ്ങനൊരു രൂപം ആയതുകൊണ്ടും പഠിക്കാൻ മടിയായതുകൊണ്ടും അവൾക്ക് പഠിക്കാൻ ഇഷ്ടമല്ല എന്നുള്ള വിചാരത്തോട് കൂടിയിട്ട് അച്ഛൻ എന്നും അവളോട് ദേഷ്യമായിരുന്നു. എപ്പോൾ സമയം കിട്ടിയാലും അപ്പോഴൊക്കെ അച്ഛൻ അവളെ ചീത്ത വിളിക്കുമായിരുന്നു. പക്ഷെ അമ്മ അങ്ങനെയായിരുന്നില്ല. മകളുടെ ആ ഒരു കുക്കിങ്ങിലുള്ള എക്സ്പെർട്ട്, ഒരു കല നിനക്കുണ്ടല്ലോ മോളെ, ഇത് മതി, നിന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ടോളും എന്നൊക്കെ പറഞ്ഞ് മകളെ വീണ്ടും വീണ്ടും ആ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പലരും വരും, പെണ്ണ് കാണാൻ വരും, ആ ഇഷ്ടമല്ല എന്ന് പറയും, പോവും. അപ്പോൾ അവസാനം ഈ കുട്ടി മാതാപിതാക്കളോട് റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി, ഒരാളുടെ മുന്നിലേക്ക് എന്നെ കൊണ്ടുപോകണേക്കാൾ മുന്നേ അവരുടെ അടുത്ത് എൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് എൻ്റെ വൈരൂപ്യം പറഞ്ഞിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ആയാലും വന്നാൽ മതി, എല്ലാവരും മുന്നിലും പോയിട്ട് മോശം എനിക്ക് കേൾക്കാൻ വയ്യ എന്ന്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അവൾക്കൊരു ആലോചന വന്നു. ആലോചന വന്ന സമയത്ത് അവർ വരുന്നു പറഞ്ഞ ദിവസം ഇവൾ ആരോടും പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ വിടില്ല എന്ന് അവൾക്കറിയായിരുന്നു. അന്ന് രാവിലെ പോയിട്ട് വൈകുന്നേരമാണ് അവൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ആളുകൾ വരുന്നു പറഞ്ഞ ആൾക്കാർ വന്നു. അച്ഛന് ദേഷ്യം സഹിച്ചില്ല. അല്ലെങ്കിൽ തന്നെ നീ ഈ വീടിന് ശാപമാണ്, അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നീ ഇപ്പം മാനം കെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അമ്മയുടെ അടുത്ത് വഴക്ക് പറഞ്ഞു.
അമ്മ അച്ഛനോട് പറഞ്ഞു അങ്ങനെയല്ല, നമ്മുടെ മോളല്ലേ, അവൾക്ക് വിഷമായിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞെങ്കിലും അമ്മയുടെയും മനസ്സിൽ ഒരാൾ വരുമെന്ന് പറഞ്ഞിട്ട് കാണാൻ നിൽക്കാതെ കുട്ടി പോയതിൽ ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. അന്ന് വൈകിട്ട് ഒരു 5:30 കൂടി വീട്ടിൽ വന്ന് കയറിയപ്പോൾ ആ കുട്ടി വന്ന് ഓടി അടുക്കളയിൽ പോയിട്ട് അമ്മേ വിശന്നിട്ട് വല്ലതും കഴിക്കാൻ താന്ന് പറയും. അമ്മ തിരിഞ്ഞു പോലും നോക്കാതെ അവളുടെ ദേഷ്യത്തോട് പറയുകയാണ്, നിനക്ക് തിന്നാൻ തന്ന് ഈ വീട് മുടിഞ്ഞെന്ന് തോന്നുന്നത്, വേണമെങ്കിൽ അവിടെ ഇരിക്കുന്ന എന്തെങ്കിലും എടുത്ത് കഴിച്ചേക്ക് എന്ന് പറയും. എന്താ അമ്മ എന്നോട് ഇത്ര ദേഷ്യപ്പെടുന്നത്, അമ്മയ്ക്കും എന്നെ വെറുപ്പായോ എന്ന് ചോദിക്കുക. അതെ, എനിക്കും നിന്നെ വെറുപ്പായി, നിന്നെ കൊണ്ട് മാനവും നമ്മുടെ പോയി, നിനക്ക് നീ ഒന്ന് ചത്ത് കിട്ടിയാൽ ഈ വീട്ടിൽ എല്ലാവർക്കും മോക്ഷം കിട്ടുന്ന തോന്നുന്നത്. അപ്പോൾ പറയും, ശരിക്കും അമ്മ എന്നോട് മരിക്കാൻ തന്നെയാണോ പറയുന്നത് ചോദിക്കുക കുട്ടി സങ്കടത്തോട് കൂടിയിട്ട്. അപ്പോൾ പറയാം, അതെ, നീ എനിക്ക് ഭാരം തന്നെയാണ്, പോയിക്കോ, എവിടെയെങ്കിലും പോയി ചാവാൻ നോക്കുമെന്ന് പറയും. ആ സമയത്ത് വൈകി വന്ന ദേഷ്യത്തിൽ അമ്മ പറഞ്ഞു പോയ കടുത്ത വാക്കുകൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ബോധ്യമാണ് ഞാൻ എന്താ എൻ്റെ മോളോട് പറഞ്ഞത് എന്ന്. അടുക്കളയിൽ നിന്ന് ആ ഉണ്ടാക്കുന്നത് വിട്ട് ഓടി അമ്മ റൂമിൽ വന്നപ്പോൾ റൂമിൻ്റെ വാതിൽ അകത്തുനിന്ന് അടച്ചു കുറ്റിയിട്ട് വെച്ചിരിക്കുന്നു. അമ്മ വാതിൽ തട്ടി തുറക്കുന്നില്ല. അപ്പോഴത്തേക്കും അമ്മ ബഹളം വെച്ചു. അച്ഛൻ ഓടി വന്നു, വാതിൽ ചവിട്ടി പൊളിച്ചു. അകത്ത് കിടന്ന് നോക്കുമ്പോൾ തൻ്റെ ഷോളുമേ തൂങ്ങാൻ വേണ്ടി തയ്യാറായിട്ട് ആ കുട്ടി നിൽക്കുകയാണ്. അച്ഛനും അമ്മയും കൂടി വേഗം തന്നെ അവളെ രക്ഷിച്ചു, താഴ്ത്തിറക്കി. ആ താഴ്ത്തിറക്കുന്ന സമയത്താണ് അച്ഛൻ കാണുന്നത് അവളുടെ കട്ടിലിൻ്റെ മുകളിൽ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിരിക്കുന്നു, ഒരു കവറും വെച്ചിരിക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ ആ കവറിൽ 1,00,000 രൂപ ഇരിക്കുന്നുണ്ട്. ആ സർട്ടിഫിക്കറ്റിൻ്റെ മുകളിൽ അന്നൊരു കുക്കിംഗ് കോമ്പറ്റീഷനാണ്. ആ കുക്കിംഗ് കോമ്പറ്റീഷനിൽ 1ാം സ്ഥാനത്ത് എത്തിയതിൻ്റെ ഗിഫ്റ്റ് 1,00,000 രൂപ, അതിൻ്റെ സർട്ടിഫിക്കറ്റ്. മാത്രമല്ല ആ കുക്കിംഗ് കോമ്പറ്റീഷൻ നടത്തിയ കമ്പനി അവിടുത്തെ മെയിൻ ഷെഫായിട്ട് ഇവൾക്ക് അപ്പോയിൻമെൻറ്റും കൊടുത്തിരിക്കുന്നു. ആ 3 ഓർഡറും അവിടെ കട്ടിലുമ്മ കാണുകയാണ്. അച്ഛനും അമ്മയും അവളുടെ അടുത്ത് കാല് പിടിച്ച് പറയണ പോലെ മാപ്പ് പറഞ്ഞു, കരഞ്ഞു. അപ്പോൾ അവൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ, ലോകം മുഴുവൻ എന്നെ കുറ്റം പറയായിരുന്നു, എന്നെ ഒന്നും മന്ദബുദ്ധി എന്ന് വിളിക്കാതെ, എനിക്കൊരു വിഷമവും അതിലൊന്നും. പക്ഷെ എൻ്റെ അമ്മ, അച്ഛൻ എന്നും വഴക്ക് പറയുന്നതാ, അമ്മ എന്നെ തള്ളി പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാനായില്ല എന്ന്. അമ്മ പൊട്ടിക്കരഞ്ഞ മകളുടെ അടുത്ത് മാപ്പ് പറഞ്ഞു, ഒരിക്കലും അമ്മയുടെ വായിൽ നിന്ന് ഇങ്ങനെ വരില്ല, എൻ്റെ മോൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ ആശ്വസിപ്പിച്ചു. പക്ഷെ ആ കുട്ടിയുടെ എക്സ്പെർട്ട്നെസ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ വീട്ടിലതായിട്ടുള്ള മിടുക്കരായിട്ടുള്ള എല്ലാ മക്കളും അവനവൻ്റെ ജീവിതം തേടിപ്പോയി. ആ അച്ഛനും അമ്മയ്ക്ക് ആശ്രയമായിരുന്നത് അവളുടെ വരുമാനം. ചെറിയ വരുമാനമായിരുന്നില്ല അവൾ, വലിയ വരുമാനം നേടുന്ന, വലിയ ജോലിയുള്ള, വലിയ പദവിയുള്ള ഒരാളായി. ശരീരത്തിൻ്റെ ആകാരം കൊണ്ട് മാത്രം ഒരാൾ ഒരിക്കലും ഒന്നും എത്തില്ലല്ലോ, തൻ്റെ കഴിവ് കൊണ്ട് എത്തിച്ചേരും. അതുകൊണ്ട് ശരീരത്തിൽ വിരൂപയാണെങ്കിലും ഒരു വലിയ ഹോട്ടലിലെ ഒരു മുഴുവൻ ഉത്തരവാദിത്വം നോക്കുന്ന പെൺകുട്ടിയായിട്ട് മാറി, അവിടുത്തെ ക്യാപ്റ്റനായി മാറി, വലിയ സാലറി വാങ്ങിച്ച അച്ഛനും അമ്മേനെ നല്ല നിലയിൽ നോക്കിയ മോള് അവരായിരുന്നു. ബാക്കി എല്ലാവരും അവൻ്റെ ജീവിതം തേടിപ്പോയി. അവൾ എന്നും അച്ഛനും അമ്മയ്ക്കും തുണയായിട്ടുണ്ടാവുകയും ചെയ്തു. ജീവിതത്തിൽ അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്വമാണ്. അവർക്ക് എന്തിലാണോ താല്പര്യം, ഏത് ഫീൽഡിലാണോ ആ കുട്ടി എക്സ്പെർട്ട് ആവുന്നത്. കുട്ടിക്കാലത്ത് തൊട്ട് നമ്മുടെ മക്കളെ നോക്കി നമുക്കറിയാം. ചില കുട്ടികൾ കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കുമ്പോൾ ആ കളിപ്പാട്ടത്തിന് ഒരു കേടുപാടും കൂടാതെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിച്ച് വെക്കുന്ന കുട്ടികളുണ്ട്. ചില കുട്ടികൾ ആ കളിപ്പാട്ടം തല്ലിപ്പൊളിച്ച് നോക്കി. ഉദാഹരണം പറഞ്ഞാൽ സ്ക്രൂ കൊടുത്ത് ചാടുന്ന ഒരു തവളയാണെങ്കിൽ 2 പ്രാവശ്യം ചാടിക്കഴിയുമ്പോൾ ആ കുട്ടി ചിലപ്പോൾ അതിനെ തല്ലിപ്പൊളിച്ചിട്ട് അത് മുഴുവൻ ഓരോ സാധനം എടുത്ത് നോക്കുന്നത് കാണാം. എന്നുവെച്ചാൽ അർത്ഥം കുട്ടി നശിപ്പിക്കുന്നവനല്ല, കുട്ടിയുടെ ഉള്ളിലുള്ള ഒരു സയൻറ്റിസ്റ്റിനെ അവിടെ പ്രകടമാക്കുകയാണ്. എങ്ങനെയാണ് ഈ തവള ചാടുന്നത് എന്നറിയാനുള്ള കുട്ടിയുടെ ആഗ്രഹമാണ്. അത് സൂക്ഷിച്ച് വെക്കുന്ന കുട്ടിയാണെങ്കിൽ അവൻ്റെ ഫീൽഡ് സയൻസ് അല്ല, അവൻ്റെ ഫീൽഡ് ഒന്നുകിൽ കലയായിരിക്കാം, അല്ലെങ്കിൽ കെയറിങ് കൊടുക്കുന്നതായിരിക്കുന്ന മറ്റെന്തെങ്കിലും ഫീൽഡായിരിക്കാം. ഇങ്ങനെ അവനവൻ്റെ മക്കൾക്ക് വേണ്ടതായിട്ടുള്ള ഫീൽഡ് എന്തെന്ന് കണ്ടെത്തി നമ്മുടെ ഡ്രീം അനുസരിച്ച് അവർ വളരുന്നല്ല, ആ ആത്മജന്മം എടുക്കുമ്പോൾ കൊണ്ടുവന്നതായിരിക്കുന്ന കല എന്താണ് അതിനെ മനസ്സിലാക്കിക്കൊണ്ട്, ചിലപ്പോൾ ഒരുപക്ഷെ ചില കുട്ടികൾക്ക് കയ്യിന് ശേഷി ഉണ്ടാവില്ല, കാലിന് ശേഷി ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് ജന്മവാസനയായി കിട്ടിയ ചില കലകൾ കൊണ്ട് ലോകത്തിൻ്റെ മുന്നിൽ പ്രസിദ്ധരാകുന്നവരുണ്ടായിരിക്കും. ചിലപ്പോൾ അവർക്ക് മന്ദബുദ്ധിയായിരിക്കാം, പക്ഷേ മന്ദബുദ്ധികളായിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ട്രെയിനിങ് കൊടുത്താൽ ഒരുപക്ഷെ അവരുടെ ഇന്നസെൻസും അവരുടെ പെരുമാറ്റവും കൊണ്ട് ഏതെങ്കിലും ഒരു ഫീൽഡ് എക്സ്പെർട്ടായിട്ട് അവരും മാറാറുണ്ട്. എങ്ങനെയുള്ള കുട്ടികൾ ജനിച്ചാലും അവർക്കൊരു കല വരദാനമായിട്ട് ഭഗവാന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ കല എന്തെന്ന് കണ്ടെത്തിക്കൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. ശ്രേഷ്ഠമായിരിക്കുന്ന സംസ്കാരം വാർത്തെടുക്കാനും കുട്ടികളുടേതായിട്ടുള്ള കല എന്തെന്ന് കണ്ടെത്തി അവനെ വികസിപ്പിച്ചെടുക്കാനും നിങ്ങൾ ശ്രമിക്കുമെങ്കിൽ നമുക്ക് ഈ ലോകത്തിന് വേണ്ടി ഒരുപാട് നന്മ മരങ്ങളെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ അവർ ഉള്ളിൽ തന്നെ സംഘർഷം നിറഞ്ഞതായിട്ടുള്ള എൻ്റെ ഉള്ളിലെ ക്വാളിറ്റി ഒന്നും എന്നെ നയിക്കപ്പെടുന്ന മറ്റൊരു ദിശയിലേക്കും ആണെങ്കിൽ അവ തമ്മിലുള്ളതായിട്ടുള്ള നമ്മുടെ സംസ്കാരത്തിൻ്റെ പേഴ്സണാലിറ്റിയുടെ കോൺഫ്ലിക്റ്റ് കൊണ്ട്, സംഘർഷം കൊണ്ട് സംസ്കാരത്തിന് മോശമായിരിക്കുന്ന അല്ലെങ്കിൽ മോശ സംസ്കാരമുള്ള മറ്റേതെങ്കിലും രീതിയിൽ ദോഷം ചെയ്യുന്ന സ്വഭാവ വൈകല്യങ്ങളുള്ള പലരും സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ട് മാതാപിതാക്കളാകുന്നവരുടെ ഉത്തരവാദിത്വം
വളർത്തുകയാണ്. തൻ്റെ കുഞ്ഞിന് എന്തു വേണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനെ പഠിക്കണം, അല്ലെങ്കിൽ അവളെ പഠിക്കണം. ആ രീതിയിൽ അവരെ വികസിപ്പിക്കണം. സമൂഹത്തിന് വേണ്ട മുതൽക്കൂട്ടാക്കി അവരെ മാറ്റുകയും ചെയ്യണം. നിങ്ങൾക്ക് എല്ലാ മാതാപിതാക്കൾക്കും സ്വന്തം മക്കൾക്ക് വേണ്ടതായിട്ടുള്ള ഗൈഡൻസ് കൊടുത്തുകൊണ്ട് ഏറ്റവും ഹയസ്റ്റ് സ്റ്റേജിൽ എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.